ഫീൽഡിൽ ആ സപ്പോർട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഒരു സ്ലോവർ കൃത്യമായി പന്ത് ജഡ്ജ് ചെയ്തുകൊണ്ട് നല്ല ക്യാച്ചിങ്. സർഫറാസ് ഖാൻ കൃത്യമായി ആ ഒരു ഡൈവ് ടൈം ചെയ്യുന്നു എന്നുള്ളതാണ് ആ ക്യാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സർഫറാസ് എന്ന ഫീൽഡിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഗംഭീരമായിട്ടുണ്ട്. ബാറ്റിംഗിലും അദ്ദേഹം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമൻദീർ അർദ്ധശതകം നേടി പുറത്താകുമ്പോൾ 57 റൺസാണ് എടുത്തിട്ടുള്ളത്. നിർണായകമായ പേസാണ്. റോബിൻ മിൻസിന് അവസരം ലഭിക്കുന്നു. ആദ്യ പന്തിൽ തന്നെ ഒരു തിക് ഔട്ട്സൈഡ് എഡ്ജ്. പക്ഷേ തേർഡ് മാനെ കൃത്യമായി വിന്യസിച്ചിട്ടുണ്ട്. മുകേഷ് ചൗധരി സിംഗിളോടുകൂടി ഓവർ അവസാനിക്കുമ്പോൾ 135 ആ ഒരു ഇന്നിംഗ്സ് എത്തുന്നത്. 5 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു മുംബൈക്ക്. ഓവറുകൾ ബാക്കി നിൽക്കുന്നു. 18 പന്തുകൾ 135 എത്തിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ്. 160 എത്തിയില്ലെങ്കിൽ കാര്യമായ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുമോ? സോണിജി, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എനിക്ക് തോന്നുന്നു ഒരു 160-170 മാർക്കെങ്കിലും മുംബൈ ഇന്ത്യൻസ് എത്തണം. കാരണം അത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം സഞ്ജു സാംസൺ എന്ത് ഫോമിലാണ് നിൽക്കുന്നത്. ഓൾറെഡി 200 48 സ്കോർ ചെയ്തു. അദ്ദേഹത്തിന്റെ ബാറ്റിൽ കിട്ടിത്തുടങ്ങിയാൽ ഒരുപക്ഷെ 165 എന്നൊക്കെ ഉള്ളത് വളരെ ചെറിയ ടോട്ടലായി പോകും. ഇതിന്റെ ബാറ്റിൽ കിട്ടണമെന്നുള്ളതാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രശ്നം. അവസരങ്ങൾ മുതലാക്കുക. പുതിയ താരോദയങ്ങൾ വരുന്ന ടാറ്റ IPL-ന്റെ ഈ വലിയ വേദിയിലേക്ക് മറ്റൊരു ഇടങ്കയ്യൻ ബാറ്റർ കൂടി തന്റെ സാന്നിധ്യം അറിയിക്കുന്നു. ആദ്യ പന്തിൽ ഒരു ഔട്ട്സൈഡ് എഡ്ജ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ ഒരു കലകലക്കൻ ഷോട്ട്. ഒരു സംശയമില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബാറ്റ് സ്വിംഗ് തീർച്ചയായിട്ടും എഗെയിൻസ്റ്റ് ആംഗിൾ ആണ്. പക്ഷെ ഇവിടെ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് ഒരു യോർക്കർ ശ്രമം വരുമ്പോൾ ത്രൂ ദ ലൈൻ അടിച്ചിരിക്കുന്നു. മികച്ച തുടക്കം. ഒരുപക്ഷെ ഒരു സ്ലോ ബൗൺസർ അല്ലെങ്കിൽ ഒന്ന് ആംഗിള് അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആംഗിൾ കൊണ്ടുപോയി കളിപ്പിക്കേണ്ട ഒരു രീതി. അതാണ് ഇതിനു മുൻപും നമ്മളൊരു ആംഗിൾ കട്ട് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ പല ബാറ്റേഴ്സും ഔട്ട് ആവുന്നതാണ് കണ്ടിരുന്നത്. അൻഷുൽ കംബോജ് അദ്ദേഹം ഒരു ചെറിയ പരിക്കിന്റെ പിടിയിലാണോ എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുന്നു. അൻഷുൽ കംബോജ് ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ശ്രദ്ധേയമായ പ്രകടനം എല്ലാ ഫേസസിലും, പ്രത്യേകിച്ച് ഈ മത്സരത്തിലും അദ്ദേഹം പുതിയ പന്തിൽ വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ സീസണിലെ ഏറ്റവും വാല്യുബിൾ താരം അഭിഷേക് ശർമ്മ 236.5. ജോഫ്ര ആർച്ചർ 2ാം സ്ഥാനത്തുണ്ട്. അദ്ദേഹത്തിന്റെ തീ പാറുന്ന പന്തുകൾ. വൈഭവ് സൂര്യവംശി 230 3ാം സ്ഥാനത്ത്. ഭുവനേശ്വർ കുമാർ അതൊരു നല്ല ഇൻക്ലൂഷൻ ആണ്. പർപ്പിൾ ക്യാപ്പുമായി ഭുവനേശ്വർ കുമാർ നമ്മുടെ വെറ്ററൻ ബോളർ, ഫാസ്റ്റ് ബോളർ 7ാം സ്ഥാനത്താണ്. അൻഷുൽ കംബോജ് 210. MVP പോയിന്റുകളിൽ ഒരു ശ്രദ്ധേയമായി ബൗളർമാരുടെ സാന്നിധ്യം ഒരു അല്പം സന്തോഷം നൽകുന്നതാണ്. ഒരു സംശയമില്ല. നമുക്കത് ഈ സീസണിൽ കൂടുതൽ കാണാൻ സാധിക്കുന്നു. ബോളർമാരുടെ മികച്ച സ്പെല്ല്, പ്രത്യേകിച്ച് മാച്ച് വിന്നിംഗ് സ്പെല്ല് വരുമ്പോൾ തീർച്ചയായിട്ടും T20 ക്രിക്കറ്റിൽ ആ ഒരു ഏരിയ വളരെയധികം മികച്ച രീതിയിൽ ബെറ്ററായി വരുന്നു എന്ന് വേണം പറയാൻ. സാധാരണ ഇതൊരു ബാറ്ററിന്റെ ഗെയിം മാത്രമാവുമ്പോൾ ഇനിയിപ്പോൾ 260 സ്കോർ ചെയ്താലും അവിടെ ഒരു ബോളർ ഒരു ക്യാരക്ടർ കാണിച്ചു വന്ന് 4 ഓവർ മികച്ചതായിട്ട് എറിയുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ ഇനി വളരെ കൂടുതൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഏറ്റവും വേഗതയേറിയ പന്ത് 140.5 എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ വേഗതയിൽ 140 എന്നുള്ള വേഗതയിൽ എറിയാൻ സാധിക്കും. ശരാശരി 133 എന്നുള്ളതാണ്. വേഗത കുറച്ച് എറിയുന്ന പന്തുകളും അദ്ദേഹത്തിന്റെ കൃത്യമായി ഡിസീവ് ചെയ്യാനായിട്ട് പലപ്പോഴും അദ്ദേഹത്തിന് സാധിക്കാറുണ്ട് എന്നുള്ളത് വിക്കറ്റ് വേട്ടയിൽ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതിന്റെ ചില സൂചനകൾ തന്നെയാണ് നൽകുന്നത്. 139 എത്തിയിട്ടുണ്ട്. ഓവറിൽ ഒരു ബൗണ്ടറി, ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അല്പം ഉയർന്നിട്ടുണ്ടാകും. റോബിൻ മിൻസ് അദ്ദേഹം ജാർഖണ്ഡിൽ നിന്നുള്ള താരമാണെന്നാണ്, വിക്കറ്റ് കീപ്പറാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ സീസൺ മുതൽ മുംബൈയുടെ ആ ഒരു ഡഗ്ഔട്ടിലുണ്ട് അദ്ദേഹം. സ്ലോ ബൗൺസർ, വേഗത കുറയ്ക്കുന്നു.
വിക്കറ്റിൽ അത്തരത്തിൽ എളുപ്പമല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ആ വിജയ് റൈഫി വിൻസെന്റ് ഗോമസ് ഒരല്പം മുമ്പ് നമ്മളോട് സൂചിപ്പിക്കുകയായിരുന്നു, ആ വേഗത ഒരല്പം കുറച്ച് ഈ വിക്കറ്റിനനുസരിച്ച് പന്തെറിയാൻ സാധിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ആ ക്രോസ് അദ്ദേഹത്തിന് എറിയാൻ സാധിച്ചാൽ നന്നായിരിക്കുമെന്ന് താങ്കൾ സൂചിപ്പിച്ചു. അത് അതേപോലെ തന്നെ അൻഷുൽ കമ്പോജ് എറിയുന്നു, കൃത്യമായ അതിന് റിവാർഡും ലഭിക്കുന്നു എന്ന് പറയാം. മുംബൈ ഒരു ബുദ്ധിമുട്ടിലേക്ക് നിറഞ്ഞു നീങ്ങുകയാണ്. എനിക്ക് ഈ ഒരു വിക്കറ്റ് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കളിച്ച പല മാച്ചസുമാണ് ഓർമ്മ വരുന്നത്. സോണിച്ച, താങ്കളും ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ഇതുപോലെ സിറ്റുവേഷനിലൊക്കെ വന്ന് പറഞ്ഞു തരാറുണ്ട്, ഈ വിക്കറ്റിൽ ഈ സമയത്ത് കുറച്ച് സ്ലോ എറിഞ്ഞ് കളഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അത് കൃത്യമായിട്ട് അവിടെ കൺവേ ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ. അത് കാരണം സ്ലോ എറിയുന്നു, അവിടെ വിക്കറ്റ് വീഴുന്നു. ഹിറ്റ്മാന്റെ മുഖം ചുളിയുന്നു, റോബിൻ മിൻസ് പുറത്തേക്ക് പോകുന്നു 5 റൺസുമായി 139. അവിടെ കൺവേ ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ. അത് കാരണം സ്ലോ എറിയുന്നു, അവിടെ വിക്കറ്റ് വീഴുന്നു. ഹിറ്റ്മാന്റെ മുഖം ചുളിയുന്നു, വേഗത കുറയ്ക്കുന്നു അവിടെ. ഇത് നല്ല ഒരു ബോളിംഗ് പ്രകടനം തന്നെയാണ്. അത് പേസ് കൃത്യമായി വേരി ചെയ്യാൻ അറിയാം അൻഷുൽ കമ്പോജിന്. അതുതന്നെയാണ് അദ്ദേഹം വളരെ എക്സലന്റ് ആയിട്ട് ഈ ഒരു സീസൺ എറിയുന്നത്. ആ ഒരു റിസ്റ്റിൽ ഒരു ചെറുതായിട്ട് നോക്കട്ടെ വേഗത എടുക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് ഉഗ്രൻ കംബാക്ക്. ഇതാണ് ഇതുപോലുള്ള വിക്കറ്റുകളിൽ വളരെ ആവശ്യം. എന്തായാലും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഫിനിഷിലേക്ക് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതുപോലുള്ള വിക്കറ്റുകൾ നായകനെ സ്ട്രൈക്കിലേക്ക് എത്തിക്കുന്നു. 16 വിക്കറ്റുകളായി ഈ മത്സരത്തിലും നിർണായകമാണ്. 16 വിക്കറ്റുകളുള്ള അൻഷുൽ കമ്പോജ് ക്യാപ്റ്റനായിട്ടുള്ള പോരാട്ടത്തിൽ 2ാം സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 17 വിക്കറ്റുകളുള്ള ഭുവനേശ്വർ കുമാറാണ് പത്താം ക്യാമ്പ് സ്വന്തമാക്കിയിട്ടുള്ളത്. 7.54 എക്കോണമിയാണ്. ഈ സീസണിലും തന്റെ സ്വിംഗ് കൊണ്ടും തന്റെ വേരിയേഷൻസ് കൊണ്ടും ഭുവനേശ്വർ കുമാറിന് ഫാസ്റ്റ് ബോളർ ധീരമായ ഒരു സ്റ്റെബിലിറ്റിയാണ് എത്തിയിട്ടുള്ളത്. 17 വിക്കറ്റുകൾ എന്ന് പറയാൻ പറയാം. മറുഭാഗത്ത് ചെന്നൈക്ക് വേണ്ടി അൻഷുൽ കമ്പോജ് നല്ല പ്രകടനം കാഴ്ചയാണ്. ഈ സീസണിലും തന്റെ സ്വിംഗ് കൊണ്ടും അതൊരു യോർക്കർ പലപ്പോഴും വൈഡ് യോർക്കറുകളെന്ന് അവസാന ഓവറുകളിലേക്ക് അദ്ദേഹം ചെയ്യാൻ. പക്ഷേ ഈ സമയത്ത് വലിയൊരു ഷോട്ടിലേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം പോകുന്ന വിക്കറ്റ് തന്നെയാണ് അറിയുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് യോർക്കേഴ്സ് വളരെ പെർസെന്റേജ് കൂടിയ കണക്ക് നമുക്ക് കാണാം. അദ്ദേഹം യോർക്കർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓവർ സ്റ്റെപ്പ് ആണെങ്കിലും റൗണ്ട് സ്റ്റെപ്പ് ആണെങ്കിലും കൃത്യമായിട്ട് ബാറ്ററി മനസ്സിലാക്കി അവരെ ചെയ്യുന്നു. നല്ല രീതിയിലാണ് അദ്ദേഹം എന്തായാലും ആ ഒരു നല്ല ഫ്ലോയ്ക്ക് ശേഷം വളരെയധികം തിരിച്ച് പിടിച്ചിരിക്കുകയാണ്. ആദ്യ പന്ത് ബൗണ്ടറി വഴങ്ങിയതിനു ശേഷം 6 റൺസ് മാത്രമാണ് ഈ ഓവറിൽ. അവസാന പന്തിലേക്ക് മറ്റൊരു സിംഗിൾ മാത്രം 142ലേക്ക് മുംബൈ ഇന്ത്യൻസ് എത്തുന്നു. ഓവറിൽ ഒരു 7 റൺസ് മാത്രം, 6 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു അവസാന 2 ഓവറിൽ. ആദ്യ പന്ത് ബൗണ്ടറി വഴങ്ങിയതിനു ശേഷം 6 റൺസ് മാത്രമാണ് ഈ ഓവറിൽ. അവസാന പന്തിലേക്ക് മറ്റൊരു സിംഗിൾ മാത്രം 142ലേക്ക് മുംബൈ ഇന്ത്യൻസ് എത്തുന്നു. ഓവറിൽ ഒരു 7 റൺസ് മാത്രം, 6 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു അവസാന 2 ഓവറിൽ. ഓവറിൽ 100ലേക്ക് എത്തിയ മുംബൈ ഇന്ത്യൻസിന് പിന്നീട് 8 ഓവറുകൾ നേടാൻ സാധിച്ചത് 42 റൺസാണ്. അത് ബോളിംഗിന്റെ ഗുണമാണോ, മുംബൈയുടെ ബാറ്റിംഗിന്റെ ഗുണമാണോ, അതോ വിക്കറ്റിന്റെ പ്രശ്നമാണോ? അല്ല, ആ സമയത്താണ് പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് സീസണിൽ ആവശ്യപ്പെട്ടുള്ള ബാറ്റിംഗ് തന്നെയാണ്. അത് പ്രത്യേകിച്ച് സ്പിന്നേഴ്സിന് കളിക്കുന്ന സമയത്തും നമ്മൾ അത്ര നന്നായിട്ട് ഫീറ്റ് യൂസ് ചെയ്യുന്നത് കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ ആംഗിൾസ് യൂസ് ചെയ്യുന്നത് കണ്ടിരുന്നില്ല. അത് ഒരുപാട് ആ ഒരു പെർസെന്റേജ് താഴെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സീസണിൽ. അത് തന്നെയാണ് കാരണം. അത് കാരണം വിക്കറ്റുകൾ വീഴും. ഈ സീസണിൽ ചില അവസരങ്ങൾ കളയുന്നത് IPL-T20.com/sports നിങ്ങൾക്ക് ഈ സീസണിലെ മികച്ച ക്യാച്ചുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. ചില ഗംഭീരമായ ക്യാച്ചുകൾ സർഫറാസ് ഈ മത്സരത്തിലും തകർപ്പൻ ക്യാച്ച് നേടിയത് ചില പേരിലാണെങ്കിലും ശ്രേയസ് അയ്യറിന്റെ ഒരു അവസരമാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അവസരം ക്രിയേറ്റ് ചെയ്തതെന്ന് പറയാതെ വയ്യ. ഈ മത്സരത്തിലും സർഫറാസ് ഒരു സൂപ്പർ ക്യാച്ച് എടുത്തതാണ്.
കൺഫ്യൂസിംഗ് ആയിരിക്കും ആറിന്റെ പേരിൽ വോട്ട് ചെയ്യുന്നുണ്ട് മെൻഷൻ ചെയ്യേണ്ടി വരും കോമ്പിനേഷൻ ക്യാച്ച് അതിനും ഒരു ഏരിയ വേണ്ടി വരുന്നു കാരണം T20 നമ്മൾ ഒരുപാട് അതുകൊണ്ട് ക്യാച്ചസ് യാതൊരു സംശയമില്ല ഈ സീസണിൽ നമ്മൾ റോമൻ പോലെ അത്തരത്തിലുള്ള ക്യാച്ച് നിൽക്കുന്നുണ്ട്. സീസണിലെ മികച്ച ക്യാച്ചുകൾ ബട്ട്ലറ്റ് 5ാം സ്ഥാനത്ത്, പ്രവേശ് സർഫറാസ്, സോൾട്ട്, ജുറേലിന്റെ സ്റ്റെപ്പിങ്ങും ക്യാച്ചിലൊക്കെ തന്നെ ഹയർ സ്റ്റാൻഡേർഡ്സിലാണ് എന്ന് നമുക്ക് സംശയം പറയാം. ഈ മത്സരത്തിൽ ഇതുവരെ സർഫറാസിന്റെ 3ാം സ്ഥാനത്തുള്ള ക്യാച്ചല്ല, ഇന്ന് അദ്ദേഹം നല്ലൊരു ക്യാച്ച് സ്വന്തമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആ ഒരു ഓവർട്ടിന്റെ അദ്ദേഹത്തിന്റെ ഒരു സ്പെല്ല് റൺസ് മാത്രം 300. എന്റെ ദൈവമേ, നല്ല വേഗതയിലാണ് എറിയുന്നത്. ആദ്യ പന്ത് ക്രിഷ് ഭഗത് കളിക്കുന്നത് കണ്ടപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് നെഞ്ചും കൂടുതലേറ് വരും എന്ന് പറയുമ്പോൾ നമ്മൾ ലെഗ് സൈഡിലേക്ക് മാറി എന്ന് കളിക്കാറുണ്ട്. 147.2 എന്നുള്ളതാണ് വേഗത. അല്ല ഒന്ന് കണ്ടും കൂടെ കൊടുക്കുന്നുണ്ട് അകത്തേക്ക്. അത് കാരണം ഒട്ടും കൈ ഫ്രീ ആക്കാനുള്ള സമയം കിട്ടുന്നില്ല. എക്സ്ട്രാ പേസ് ബാറ്റ് പൊക്കാൻ പോലും സമയം കിട്ടുന്നില്ല. കുറച്ച് ബാക്കിൽ നിന്നാൽ നന്നായിരിക്കും. വീണ്ടും കഴിഞ്ഞ ആ ഒരു ബീറ്റിനായതിനു ശേഷം സഞ്ജുവിന്റെ റിയാക്ഷൻ ഒരു പക്ഷേ ആ ബൗളറുടെ ഒരു എഫേർട്ടിന് സഞ്ജുവിനാണ് ആ ഒരു സന്തോഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ അത്തരത്തിലുള്ള നല്ല പ്രകടനങ്ങൾ നമ്മുടെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പോലും നമുക്ക് അത് ആഘോഷിക്കാൻ തോന്നും. 18 പന്തുകളായി 11 റൺസ് മാത്രമാണ് അവസാനം അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. ഇനി അവസാനിക്കാൻ അധികം പന്തുകളില്ല എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്തോ. വെറും 8 പന്തുകളാണ് ബാക്കി നിൽക്കുന്നത് ഈ ഇന്നിംഗ്സിൽ. ഓവർട്ടന്റെ മികച്ച ഒരു സ്പെല്ല് തന്നെയാണ്. 2 പന്തുകൾ ബാക്കി നിൽക്കുന്നു.